ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല സൂപ്പർ ടേസ്റ്റി ആയോ ഒരു അറേബ്യൻ റെസിപ്പി റൈസ് ರೆಸಿಪಿ ಈಗ ಹಾಕ್ಕೊಂಡು ನೋക്കാം. ಅದಕ್ಕೆ ಫಸ್ಟ್ ಕೂಡ ನಾನು ஒரு ಬೆಲಿಯೋ 4 ನೀರುಳ್ಳಿ எடுத்துறேன். ಅದು ಫಸ್ಟ್ ನಾನು ಫ್ರೈ എടുക്കുന്നു. ಈ ರೆಸಿಪಿಯ പേര് സുർബിയാൻ റൈസ് റെസിപ്പിണ്ട്. മസ്റ്റ് ആയിട്ട് എല്ലാവരും കൗത്തുൽ ട്രൈ ആക്കും. നല്ല അടിപൊളിയായ ഒരു റെസിപ്പി, ബിരിയാണിൻ്റെ കാട്ടിയും ടേസ്റ്റ് ആയ ഒരു റെസിപ്പി. നിങ്ങൾ ആരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആക്കൂ, ലൈക്ക് ആക്കൂ, ഷെയർ ആക്കൂ. അവിടെ കാണ്ട ಬೆಲ್ ಬಟನ್ ഒന്ന് മറക്കാണ്ട് ಪ್ರೆಸ್ ಹಾಕರು. വീഡിയോ ಇಷ್ಟമായി വീഡിയോയുടെ ಕೀழ் ಕಾಂಡ ಲೈಕ್ ಬಟನ್ ഒന്ന് ಪ್ರೆಸ್ ಹಾಕರು. അതേപോലെ നിങ്ങളുടെ ಫ್ಯಾಮಿಲಿ ಫ್ರೆಂಡ್ಸಿಗೆಲ್ಲ ಶೇರ್ ಹಾಕರು, ಸಪೋರ್ಟ್ ಹಾಕರು. ಫಸ್ಟ್ ಕೂಡ ನಾನು ನೀರಲ್ಲಿ ಜಂಡು ಪಟ್ಟಿ ಹಾಕಿಟ್ಟು ಕಾಚಿಡ್க்கிறேன். അവിടെ മീഡിയം സൈസിൽ ഒരു 4-5 ನೀರ್ಲಿರ್ತೊಂಡ್ರೆ ಅದು ಫಸ್ಟಿಗೆ ನಂಗೆ ಗೋಲ್ಡನ್ ಬ್ರೌನ್ ಆಯಿತು ಫ್ರೈ ಹಾಕಿಟ್ಟು ಇಟ್ಕೊಂಡು അവിടെ എണ്ണയിൽ കാച്ചുകൊണ്ടല്ലോ. നിങ്ങൾ പിന്നെ എണ്ണയും നെയ്യ് മിക്സ് ആക്കിയിട്ട് അങ്ങനെയും കായ്ക്കാം. நான் അവിടെ എണ്ണയിലേ കായ്ക്കറു. ഇപ്പോൾ നോക്കൂ, ഇത് ഒരു ಬೆಚ್ಚಾയം ಬಂತು എടുത്ത് ನಾನು ഇങ്ങനെ ജണ്ട് ಬೆಚ್ಚಾക്കിയിട്ട് കായ്ച്ചുകൊണ്ടില്ലേ. നല്ല ഇതാക്കണ്ട, അത് പിന്നെ കറിഞ്ഞു പോണ്ടു. പിന്നെ ഇത് ഞങ്ങൾ പുറത്ത് എടുത്താൽ പിന്നെ എണ്ണರು ಅದು ಹುಡುಗಿ ಕಲರ್ ಬಂಡೆ ಅವ ഇത്രയായി മീയാവും. ചില നല്ല ഇതായിരിക്കാറ്. അത് ഞങ്ങൾ മസാലയ്ക്ക് അറക്കമുണ്ടല്ലേ, അതിൽ പിന്നെ അതോടേക്ക് കയ്പ്പ് പണ്ട് ಅದರ ಟೇಸ್ಟೇ കിട്ടില്ല. അതിൽ പിന്നെ അല്ല ಕಂಪ್ಲೀಟ್ ಚೇಂಜ್ ಅವರು ಇತ್ರ ಆಮೇಲೆ ನಂಗೆ ಇಟ್ಕೊಳದ್ರು. ಮಸ್ಟ್ ಐತೆ ಎಲ್ಲ ಟ್ರೈ ಹಾಕೋರು. ಭಾರಿ ಟೇಸ್ಟ್ ರೈಸ್ ರೆಸಿಪಿ, നല്ല ಟೇಸ್ಟ್ ಅವರು ಅಡ್ಡಿಪೊಲಿಯಾಯ ರೆಸಿಪಿ. ಅರೇಬಿಯನ್ ರೈಸ್ ರೆಸಿಪಿ ಸುರ್ಬಿಯಾನ್ಸ್ ಅಂತ ನೋಕ್ರಿಪ್ಪ. ನೀರಲ್ಲೆಲ್ಲ ಇಡ್ತೊಂಟಿಲ್ಲ ನಾನು. ನೀರಲ್ಲಿ പിന്നെ ಕಟ್ ಹಾಕೊಂಬೋ ಸ್ಲೈಸ್ ಹಾಕಿ ಸಪೂರಾಕಿ ಕಟ್ ಹಾಕ್ರು. ಅಪ್ಪ ಬೇಗ ಫ್ರೈ ಆಡು. ಇದು ಜಂಡು ಪಟ್ಟಿ ಹಾಕಿ ಕಾಯ್ತಿರ್ಕ್ರೆ. ഇത് പിന്നെ ഞങ്ങൾ എന്താ ചൊല്ലു മെയിൻ కొంచెం తింటాయంగు ಅರಿರೋ ಬೇವು ನೋಡ್ಕೊನು ಚದಿ ನಂಗೆ ಬಿರಿಯಾನಿ ಕಾಚೆ ಪೋಲೆ 80% ಅರಿ ಬೇಪಟ್ಟೋಗಿಲ್ಲ. ನಂಗೆ ಇಲ್ಲಿ 60% ಅರಿ ಬೇಪಟ್ಟೋಗು ചെന്നിങ്ങ് ഇത് ഞങ്ങൾ പച്ച കോലിട്ടിട്ട് ಬೇಪಟ್ಟರು. അങ്ങനെ ഉണ്ടാകുമ്പോൾ കോലി മങ്ങനമേ ചുമ്മ വലിയ വലിയ പീസാക്കണ്ട. ഈ മന്തിക്ക് ആക്കിയ പോലെ സപ്പൂർത്തു ചെന്നിങ്ങ് ചെറിയ പീസ് പോലെ ആക്കിയിട്ട് ആക്കിയെങ്കിൽ ഇത്ത്. ഇപ്പോൾ ಇದು ಜಂಡ ಮತ್ತು ಬ್ಯಾಚುം ಕಾಂಜುം ಬಂತು ನೋಕರು. ಅದ್ರ ಭಾರಿ ಟೇಸ್ಟ್ ಅವರು ನಿಂಗೆ ಹಾಕಿಂಗೆ ಗೊಂತವರು ಇದು ಎತ್ತರ ಟೇಸ್ಟ್ ಚಂತ. നിങ്ങൾ ട്രൈ ആക്കിണ്ടായി నాకు കമൻറ്റ് ആക്കി ചെല്ലൂರು എങ്ങനെ ಬಂದರು ಚಂತ. ಎಪ್ಪೋ ನಂಗೆ ಮಂದಿ ಬಿರಿಯಾನಿ ಎಲ್ಲ ಹಾಕಿಟ್ಟು ಬೋರ್ ಆಯ್ತಿಕ್ಕಿಲ್ಲ. ಇದು ವರ್ಕ ಟ್ರೈ ಹಾಕಿ ನೋಕ್ರಿ. ಈ ಕೊತ್ತು ಪೆರ್ನಾಲ್ಗೆ ಈ ರೈಸ್ ರೆಸಿಪಿ ಒಂದು ಮಸ್ಟ್ ಆಯ್ತವತ್ತಲ್ಲಿ ಟ್ರೈ ಹಾಕ್ರವ. ಮಸ್ಟ್ ಟ್ರೈ ಇದು ചുമ്മ സറവുമില്ല. ഇതിൽ സ്വറ ചെന്നിട്ടായെങ്കിൽ ഈ ഓണിയൻ കാച്ചി വയ്ക്കുന്നത് മാത്രം. ഇത് ഞങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ ചില റംസാൻ പ്രിപ്പറേഷൻ വീഡിയോയിൽ ആക്കി വെച്ചിരിക്കാറ്. അങ്ങനെ ഉണ്ട് അങ്ങ് വലിയ സ്വറമിയല്ല ഇത്. ഞങ്ങൾ ഇത് ആക്കി വെച്ചിട്ടില്ലേ, ഞങ്ങളോട് ആക്കി വെച്ചെങ്കിൽ സുമാർ പട്ട ഞങ്ങൾ റൈസ് റെസിപ്പി എല്ലാം ആക്കിരല്ലേ. അങ്ങനെ അത് തീൻ പോയത്. ഇതിപ്പോൾ നോക്കൂ, ഇതിപ്പോൾ ഇടായിരുന്നു. ಇದು ಎಡ್ತೊಂಡ್ರಲ್ಲ. ಇದಕ್ಕೆ ನಾ പിന്നെ ഒരു 10-20 ಕೊಟ್ಟೆ ಇಡ್ರೆ. ಆ ಕೊಟ್ಟೆಲು ഒരു 7-8 ಕೊಟ್ಟೆ ನಾನು ಹರ್ಕೊ ಇಡ್ರೆ. ಬಾಕಿರು ಡೆಕೋರೇಷನ್ಗೆ ಬೇಕ್ರೆ. ಚೂರು ದಮ್ ಇಡುമ്പോൾ ಡೆಕೋರೇಷನ್ ಹಾಕೋನಲ್ಲಿ ಬೇಕ್ರೆ. ಪಾದಿ ഒരു 20 ಕೊಟ್ಟೆಲ್ಲ ഒരു 10 ಕೊಟ್ಟೆ ಹರಕೋಗು. 10 ಕೊಟ್ಟೆ ನಾನು ಇದಕ್ಕಿಟ್ರೆ ಅಂದರೆ ಈಗ ಚೂರು ಡೆಕೋರೇಷನ್ ಹಾಕೋಗು ನೋಕರು. ಕೊಟ್ಟೆ ಮಸ್ಟ್ ಐತಿಡ್ರು. ಕೊಟ್ಟೆ ಸ್ಕಿಪ್ ಹಾಕಂಡ ಕೊಟ್ಟೆ അങ്ങനെ കറിപ്പാട്ടണ്ട തെൽ കാഞ്ഞ സ്ഥലത്തേക്ക് എടുക്കൂ. പിന്നെ നിങ്ങൾ ഡെക്കറേഷൻക്ക് ദ്രാക്ഷ വേണമെങ്കിൽ ഉമ്മിടാം. ഞാൻ ദ്രാക്ഷ ഇട്ടത്തില്ല. ഞങ്ങളോട്ട് ആർക്കും അത്ര ദ്രാക്ഷത്തേക്ക് അത്ര ഇഷ്ടമല്ല. അങ്ങനെ ഇത്ര ഇട്ടത്തില്ല. ചില ദ്രാക്ഷ ഇഷ്ടമുറങ്ങ ഇടാം. ഞാൻ ഇട്ടത്തില്ല. ഇപ്പം നോക്കൂ, കൊട്ട കാഞ്ഞം ಬಂತು. ഇതും എടുക്കാം. നിങ്ങൾ ഇപ്പോൾ നോമ്പ് തുറക്കുക ಹಾಕ್ರಂಟಾയെങ്കിൽ ಇದೆಲ್ಲ ಸುಬೇಕ್ ಹಾಕಿ വെച്ചിங்க നിങ്ങൾക്ക് ಈಸಿ ಅವರು. ಮಸಾಲೆ ಹಾಕಿ ಕೋಳಿ ಪೊರಟಿ വെച്ചെങ്കിൽ ಈಸಿ ಅವರು. ഇപ്പോൾ ಇದಕ್ಕೆ ನಂಗೆ ஒரு ಮಸಾಲೆ ರೆಡಿ ಹಾಕೋನು. ನಾವು ஒரு மிக்ஸி ஜார் எடுத்துட்ರೆ. ಅದಕ್ಕೆ ನಂಗೆ ಕಾಚಿ വെച്ച ನೀರುಳ್ಳಿ 3/4 ನೀರುಳ್ಳಿ ಇಡೋಣ. 3/4 ಅಂಶ ಹತ್ರ ನೀರುಳ್ಳಿ ಅದೇ ஒரு 10 ಕೊಟ್ಟೆ അത്ര ഇടണു. അതിൽ പിന്നെ ಅದಕ್ಕೆ ഒരു 10 പൗൺ ഇഞ്ചി വെള്ളുള്ളി, ഒരു 1/2 ഇഞ്ചിനത്ര വലിയ ഇഞ്ചി,
പിന്നെ 1.5 ചമച്ചത്തത്ര 1.5 2 ചമച്ചത്തത്ര കൊത്തമ്പരി, 1.5 ചമച്ചത്തത്ര ബിരിയാണി മസാല, അതിൽ പിന്നെ ഒരു തെല്ലു മഞ്ഞളുടെ പൊടി, ഒരു അര ചമച്ചത്തത്ര ഗരം മസാല പൗഡർ, 2 ചമച്ചത്തത്ര ಕಾಶ್ಮೀರಿ ಮೊಲೋಡ പൊടിയും 1 ചമച്ചത്തത്ര നല്ല ಮೊಲೋಡ പൊടി. ಇದು നല്ല ಮೊಲೋಡ പൊടി ನಾನು ಔತ್ಲಿ ರೆಡಿ ಹಾಕ್ಯಾಂತ നല്ല ಮೊಲೋಡ പൊടി. ಕಾಶ್ಮೀರಿ ಮೊಲೋಡ പൊടി ಇಡ್ರೆಂಟಾಯ 2 ಚಮಚ ಇಟ್ರು, ನಾರ್ಮಲ್ ಮೊಲೋಡ പൊടി ಇಡ್ರೆಂಟಾಯ 1 ಚಮಚ ಮೀಯವು. ಕಾಶ್ಮೀರಿ ಮೊಲೋಡ പൊടി ಕಾರಿಕ್ಕಿಲ್ಲಲ್ಲಿ അതിൽ പിന്നെ ಅര ಕಪ್ ತಯಾರು. അതിൽ പിന്നെ ಕೋಲಿಗೆ ನಂಗೆ ಎತ್ತರ ಉಪ್ಪು ಬೇನು ಅತ್ತರ ಉಪ್ಪಿಟ್ಟಿತ್ತು ഇത് ഞങ്ങൾ ഗ്രൈൻഡ് ആക്കിയിട്ട് എടുക്കുന്നു. ഉപ്പ് ഞങ്ങൾ ഇപ്പോൾ കോലിക്ക് കൊന്തവരല്ലോ, ഇപ്പോൾ ഉപ്പ് ചപ്പായെങ്കിൽ ഞങ്ങൾ പിന്നെ കോലി കലക്കുമ്പോൾ കൊറടി ആയിട്ട് ഇട്ടെങ്കിൽ ഇത് നല്ല ഫൈനാക്കി പേസ്റ്റാക്കി എടുക്കുന്നു. ഇത് നല്ല ഫൈനായിട്ട് പേസ്റ്റായിട്ട് പിന്നെ ಇದಕ್ಕೆ ನಂಗೆ ഒരു വലിയ ಬಟಾಟೆ ಬೇನು ಅದ್ರ ನಾನು ಚಂದಾಗಿ ತೋಲ್ എടുത്തിട്ട് ಸ್ಲೈಸಾಕಿ ಕಟ್ಟಾಕಿ ಇಡ್ತಾರೆ. ഇപ്പോൾ ഒരു ഇടത്തേക്ക് ನಾನು ಚಿಕನ್ ಇಟ್ಟು കൊടുത്തോണ്ടല്ലേ, ചിക്കൻ്റെ തന്നിയെല്ലാം അറിഞ്ഞിര് നോക്കൊരു ಬಟಾಟೆ ഇങ്ങനെ പൂലാക്കിയിട്ട് എടുക്കുന്നു. ತೆಲ್ಬೇನೆ ದಪ್ಪಮೇ ಇಕ್ಕಟ್ಟು ನಾನು ಇದು പൂലാക്കിയ ತೆಲ್ ಉಪ್ಪಾಯಿರು ತೆಲ್ ದಪ್ಪಮೇ ಬೇನೆ ಬೇಯ್ಕನಿಂಗ. ഇപ്പോൾ ഞങ്ങൾ അരച്ച് വെച്ചങ്ങനത്തെ മസാല ഇട്ടിട്ട് നല്ലാക്കി മിക്സ് ആക്കിയിട്ട് ಮ್ಯಾರಿನೇಟ್ ആക്കിയിട്ട് എടുക്കണം. നല്ല ഇത് മിക്സ് ആക്കണവ ഇത്. പിന്നെ അത് കുറച്ച് 5 ചമച്ച മിക്സി ജാർ 5 ചമച്ച തന്നി വീത്തിട്ട് അതും ഇട്ട് കൊടുത്തോണ്ടല്ലേ ഈ മസാല നല്ല പിടിക്കണം. ഇതൊരു നിങ്ങൾ ആക്കിയിട്ട് ഒരു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി 3 തണ്ട് പിറ്റേന്ന് നിങ്ങൾക്ക് റപ്പാക്കിയിട്ട് എടുക്കാം. ഇത് നല്ല ബലിക്കണം ആ കോലിക്ക് നോക്കൂ. നല്ലാക്കി മിക്സ് ആക്കിയിട്ട് എടുക്കണം ഈ മസാല. ಆ ಬಟಾಟೆಗೂ നല്ല ಹಾಕಿಟ್ಟು ಈ ಮಸಾಲೆ ಪಿಟ್ಪಾಟೋನು. ಇಲ್ಲಿ ಬಟಾಟೆ ತಿನ್ನೋಕೆ ಭಾರಿ ಟೇಸ್ಟ್ ಅವ ಈ ರೈಸ್ ರೆಸಿಪಿಲಿ. ಅದು ದಮ್ಮಲ್ಲಿ ಬೇವ್ರದಲ್ಲಿ നല്ല ತಿಕ್ಕರು. ഇപ്പോൾ ಮುಚ್ಚಿ വെച്ചിട്ട് ഒരു അര ಗಂಟೆ ಸೈಡ್ಲ್ ಬೇಕಾ. ഇപ്പോൾ ഞങ്ങൾ ചോറ് ಹಾಕಿಟ್ಟು എടുക്കുന്നു. ചോറ് ಕೂಡ ನಾನು ಬಾಸ್ಮತಿ ರೈಸ್ ಇರ್ತಾರೆ ಉದ್ದುದ್ದ ತಾರಿ ಬಂಡಿಲ್ಲ ಅದು ಇರ್ತಾರೆ. ಅದವ್ರು ಮೊದಲು ಕಲ್ಗಿಟ್ಟು ನಾನು ಬೆಚ್ಚರೆ ഇപ്പോൾ ತಣ್ಣಿಗೆ ಕೆತ್ತೆ ಲವಂಗ ಏಲಕ್ಕಿ ಗರಂ ಮಸಾಲೆ ಉಪ್ಪು ಇದೆಲ್ಲ ಇಟ್ಟು ಕೊಡ್ತೊಂಡ್ರಲ್ಲೇ. പിന്നെ ഓർത്തെല്ലാം പന്തറിട്ട ഒരു അര ചമച്ചದ ಹತ್ರ തണ്ണിക്ക് ನಾನು പന്തറിಟ್ಟರೆ പന്തറിಟ್ಟೆಂಟ ಹಿಂಗೆ ഞങ്ങൾ ರೈಸ್ നല്ല ടേസ്റ്റ് ഇക്കറ്. അപ്പോൾ തണ്ണി ഒരു ಮೊದಲು ಪ್ಯಾಕೆಟ್ ನೋಕರು. പിന്നെ ಇದಕ್ಕೆ ഒരു 5 ಚಮಚ ನಾನು ಸನ್ಫ್ಲವರ್ ಆಯಿಲ್ ಬಿತ್ತರೆ ಇದು ಚೆನ್ನಂಗೆ ಚೋರು ಒಂದು ಪಿಡಿಕೋ ತೀರ ಅಂಟು ಮುದ್ದೆ ಆಗೋ ತೀರ ಅಂಚಂತ ಸನ್ಫ್ಲವರ್ ಆಯಿಲ್ ಬಿತ್ತರು. നല്ല അരി തണ്ണി പായച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ കലക്കി വെച്ചാൽ തരിയിടണം നോക്കൂ. അരി ನಾನೇ ಇಟ್ಟು ಬಿಸಿ ತಿನ್ನೋ ഒരു അര ಗಂಟೆ മുന്നല്ലേ. അതിട്ടിട്ട് ഒരു 60% ಬೇಪಟ್ಟಿರ್ತವೆಯೋ ചോറ്. ഇതൊന്ന് നിങ്ങൾ ചോറ് ಬಾರ್ಕೊಂಬೋ ಒಂದು ಅಂದಾಜು ಹಾಕ್ಯವಲ್ಲ ಚೆಂದಿಗೆ ನಂಗೆ ಬಿರಿಯಾನಿಗೆ ಹಾಕಿರೋ ಪಲ್ಲ 80% ಅಲ್ಲ ಇದಕ್ಕೆ 60%. ಚೆಂದಿಗೆ ಕೋಲ್ ಇದ್ಲೇ ಬೇಯೋಗಿನ ಕಾರಣ ಅರಿ 60% ಬೆಂದೇಮೆಯವು. ഇതങ്ങനെ ಬೇಗ ಬೇವರು ഒരു 4-5 ನಿಮಿಷ ಆಮೇ ನಂಗೆ ಬೆಂದಗಿಟ್ರು ನೋಕರು. ಇದು ಪೊಡೈರು ഇതിപ്പോൾ ഞങ്ങൾ ഒരു ഇത് ಸ್ಟೈನರ್ಗೆ ಇಟ್ಟது ಸ್ಟೈನ್ ಹಾಕಿರ್ತಿಂಗೆ ಇತ್ತು. ഇതിപ്പോൾ ಮೇಯೋಡ ಕರೆಕ್ಟಾಯಿರು ಬೇವು ನೋಕರು. ಇಲ್ಲಿ ಮೇನ್ ನೋಕೊನಾಯದೇ ಈ ചോറ് ಬೇವ್ರದು ചെന്നെങ്കിൽ ചുമ്മാ ಬೇವಂಟಿಕ್ಕೋകും ತೀರ ಬೆಂದಿಟ್ಟು ಎಂದ್ರೆ ಚೆಲ್ಲರು ಒಡಿಯೋಗುം ತೀರ അങ്ങനെ ಆ ನಮ್ಮ ನಿಕ್ಕೊನಿದು. ഇപ്പോൾ ನಾನು ചോറ് ಸ್ಟ್ರೈನ್ ಹಾಕಿಟ್ಟು അതേ இடத்துல ನಾನಿപ്പോൾ ಮಸಾಲ ರೆಡಿ ಹಾಕಿ ಅಂಟುಳ್ಳೆ ನೋಕರು. ಎಡೆ ಬೆಚ್ಚಿದೆ ಎಡ್ತಿಗೆ ഇപ്പോൾ ഒരു 2 ಟೇಬಲ್ ಸ್ಪೂನ್ ಹತ್ರ ಸನ್ಫ್ಲವರ್ ಆಯಿലും ഒരു 50 ಗ್ರಾಮ್ ಹತ್ರ ಬಟರ್ ಇಟ್ಟರೆ ಬಟರ್ ನಿಂಗೆ ಮಸ್ಟ್ ಆಯ್ತು ಇಡೋಣವ. ಬಟರ್ ಇಟ್ಟಂಗೆ ಈ ಸುರ್ಬಿಯಾನ್ ರೈಸ್ಗೆ ഒരു ಟೇಸ್ಟ್ ಬಂಡು ನೋಕರು. ನಿಂಗೆ ಬಟರ್ ಇಲ್ಲ ಅಂಟ ಆಯಂಗೆ ನಿಂಗೆ ಬೇನೆ ನೆಯ್ ಬೇನೆ ಗಿಡ ಆಯಂಗೆ ರೈಸ್ಗೆ ಟೇಸ್ಟ್ ತಂಡಮೇ ಈ ಬಟರ್ നോക്കൂ. ബട്ടർ നല്ല മെൽറ്റ് ആയാൽ പിന്നെ ഇപ്പോൾ നിങ്ങൾ ബട്ടർ ഇട്ടാൽ പിന്നെ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കറോ നിങ്ങൾ ബട്ടർ ಬೇಗಲ್ಲೇ ಕರ್ನಿಪೋಂಡು ಆನಾಯ್ತು. ಬಟರ್ നല്ല ಮೆಲ್ಟ್ ಆವಟ್ಟವ. ഇപ്പോൾ ಅದಕ್ಕೆ ಬಟರ್ നല്ല ಮೆಲ್ಟ್ ಆಯಿಲ್ പിന്നെ ഞങ്ങൾ മസാല പുരട്ടി വെച്ച് കോലിയും ബട്ടാട്ടുണ്ടല്ലേ അതിട്ടിട്ട് ഒരു 5 നിമിഷം ഹൈ ഫ്ലെയിമിൽ വേക്കും. ഒരു 5 നിമിഷം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പിന്നെ
അത് പിന്നെ ടർണാക്കിയിട്ട് അത് പിന്നെ അങ്ങ് ചോറ് ദമ്മക്കിട്ട് കൊടുത്തെങ്കിൽ ഇത്ത് ഇപ്പോൾ നോക്കൂ ഇതൊരു 5 നിമിഷം ഹൈ ഫ്ലെയിമിൽ വെക്കണം തെല്ലിങ്ങനെ ബുഡ്പട്ടേ പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കണോ ഞാനങ്ങ് മന്തിക്ക് വേവിക്കില്ല അങ്ങനെ ഒരു 5 നിമിഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മുച്ചി വേക്കണം ഇപ്പം മുച്ചി വെച്ചിട്ട് അത് പിന്നെ ഞങ്ങിത് എന്താ വെച്ചോ അടിമേലാക്കിയിട്ട് അതിൽ പിന്നെ ഞങ്ങൾ ദമ്മിട്ട് കൊടുത്തെങ്കിൽ ഇത്ത് ഇപ്പോൾ ബട്ടർ ഫ്ലേവറെല്ലാം എടുത്ത് നല്ല പിടിച്ചിട്ടിക്കർ നോക്കൂ നല്ലതാക്കിയിട്ട് മിക്സ് ആക്കർ നോക്കൂ ഇപ്പോൾ ಅದರ ಮೇಲಿಗೆ ഇതിൽ കൊത്തമ്പരി ചൊപ്പും ഫ്രൈഡ് ഓണിയനും പിന്നെ കൊട്ടുണ്ടല്ലേ അതെല്ലാം ഇട്ടിട്ട് ഞങ്ങൾ ആക്കി വെച്ച അങ്ങനത്തെ റൈസ് ഉണ്ടല്ലേ നോക്കൂ ചോറ് ഒന്നുകൊന്ന് പത്തിത്തില്ലേ നല്ല ചോറായി കിട്ടിയിരുന്നു ഞങ്ങൾക്ക് 80% വേവായിരുന്നു നിങ്ങൾ പിന്നെ രണ്ട് ഇതാക്കിയിട്ടിടാൻ ഇത് ഒരേ ഇതിൽ ദമ്മിട്ടുണ്ടല്ലോ ചുമ്മ ചോറൊന്നും ഇല്ലല്ലേ അതിൽ പിന്നെ ചോറിടുമ്പോൾ തെൽ ജാഗ്രതയാക്കിയിട്ടിട്ടാണ് സുമാർ ചോറത് കീഴ് 3 പൈത്ത് ഒരു 1.5 ചമച്ചത്തെ അത്ര നെയ്യ് മേലെ ഭിത്തിയുണ്ടല്ല പിന്നെ പാൽക്ക് തെല്ല് മഞ്ഞളുടെ പൊടി ഇട്ടിട്ട് കലക്കിയിട്ട് ഭിത്തിയുണ്ടല്ലോ നിങ്ങൾ പിന്നെ കളറും ബീത്താ ഇപ്പം കളർ ബാൻ ആക്കിടാറല്ലേ യൂസ് ആക്കോ തീരാണ്ട് ഇത് നിങ്ങൾക്ക് മഞ്ഞളുടെ പൊടി ഇട്ടാൽ പിന്നെ ഇങ്ങനെ ലൈറ്റ് കളർ കാണുമോ അത് ചോറ് വെന്തൽ പിന്നെ നല്ല സൂപ്പർ കളർ കിട്ടുറവ നല്ല കളർ ഔടത് ಅದರ ಮೇಲ್ಗೆ ನಂಗೆ ಡೆಕೋರೇಷನ್ ಹಾಕೋ ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಆನಿಯನ್ ಅದೇ ಕ್ಯಾಶ್ಯೂ ನಟ್ ಅದೆಲ್ಲ ಇಟ್ಟಿತ್ತು ದಮ್ ಇಟ್ಟಂಗೆ ಆಯ್ತು ದಮ್ ಇಡುമ്പോൾ നിങ്ങൾ ഇത് അരഗಂಟೆ ദം ഇടകൊണ്ട് നിങ്ങൾക്ക് എടബി നിങ്ങൾ കറിയിട്ടിട്ട് പേടിയുന്നുണ്ട് എങ്കിൽ അതിലടി ഒരു തവ വെച്ചിട്ട് വയ്ക്കാം ഞാൻ തവ വെച്ചിട്ട് 40 നിമിഷം വെച്ചിരെ ഇപ്പോൾ നോക്കൂ നല്ല കളർ വന്നത് 40 നിമിഷം ആയാൽ പിന്നെ ഇപ്പോൾ നല്ല മെല്ലെ ആക്കി മിക്സ് ആക്കി എടുക്കണം നോക്കൂ ഇപ്പോൾ ചോറ് നല്ല കളർ വന്നത് 40 നിമിഷമായിര് നോക്കൂ നല്ല ജുർബിയാൻ റൈസ് റെസിപ്പി മസ്റ്റ് ട്രൈ മെല്ലെ ആക്കിയിട്ട് മിക്സ് ആക്കറോ ചിക്കൻ നല്ല വെന്തിರು ಪರ್ಫೆಕ್ಟಾಗಿ ಚಿಕನ್ ನಂಗೆ ಕೈದು ಕಿಟ್ಟಿರಿ ಚಿಕನು ಪೊಟ್ಯಾಟೊ നല്ല വെന്തിರು നോക്കൂ മെല്ലെ ആക്കിയിട്ട് മിക്സ് ആക്കുന്നത് എല്ലാം തയ്യാറി പൊട്ടിയവരല്ലേ നോക്കൂ ഇതിൽ ഞാൻ ചോറ് എടുത്തിട്ട് മിക്സ് ആക്കി വെച്ചിരെ താങ്ക് യു കീപ്പ് വാച്ചിങ് അസ്സലാമു അലൈക്കും